സുഭാഷിതം. ഇന്ന് മാർച്ച് 3. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ലോക വന്യജീവി ദിനം എന്ന് മലയാളം. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന ഇംഗ്ലീഷ് പ്രയോഗം ലോക വന്യജീവി ദിനം എന്ന് മലയാളത്തിലാക്കുമ്പോൾ ആ ദിനാചരണത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നത് സംശയമാണ്. വന്യമൃഗ സംരക്ഷണം എന്ന സങ്കുചിതാർത്ഥത്തിലേക്ക് അത് ഒതുങ്ങിപ്പോകുമോ എന്നാണ് എൻ്റെ പേടി. വനത്തിലെ മൃഗങ്ങളും സസ്യലതാദികളുമടക്കം ജീവൻ്റെ എല്ലാ തുടിപ്പുകളുടെയും സംരക്ഷണമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് ആംഗലത്തിലും സസ്യജന്തുലോകം എന്ന് മലയാളത്തിലും പറഞ്ഞാൽ കൂടുതൽ അർത്ഥ വ്യക്തത വരും. വനങ്ങളിലെ ജീവജാലവർഗത്തോട് സമത്വബോധവും സഹവർത്തിത്വവും വളർത്തി അവയുടെ സംരക്ഷണ താൽപ്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2013 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ഈ ദിനാചരണം നടപ്പിലാക്കിയത്. 1973 ചേർന്ന വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ ഒപ്പുവെച്ച ദിവസം എന്നതാണ് മാർച്ച് 3 പ്രസക്തി. ലോകത്തിലെ സർവ്വജീവജാലങ്ങളോടുമുള്ള സാഹോദര്യം വളർത്തുക എന്ന സന്ദേശപ്രചാരണത്തിനായി ആ ദിനം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ലോക ജനസംഖ്യ വർദ്ധിക്കുകയും വനവിസ്തൃതി കുറയുകയും ചെയ്യുന്ന ഇന്ന് ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലൈ കയ്യിഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് വീണപൂവിൽ കുമാരനാശാൻ ആവിഷ്കരിച്ച സാഹോദര്യഭാവമാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രകൃതിയുമായുള്ള ആത്മസംലയനമാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരാശിയുടെ സുസ്ഥിരമായ വികസനത്തിനും നിലനിൽപ്പിനും വന്യജീവികളുടെ പാരിസ്ഥിതികവും ജനിതകവും സാമ്പത്തികവും ശാസ്ത്രീയവും സൗന്ദര്യാത്മകവുമായ സംഭാവനയുടെ പ്രാധാന്യം വേണ്ടത്ര മനസ്സിലാക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്ന തോന്നലാണ് ഈ ദിനാചരണത്തിലേക്ക് നയിച്ചത്. ഭ്രാന്തമായ വികസനപ്പാച്ചിലിൽ താൽക്കാലികമായ ലാഭങ്ങൾക്കായി വനവിഭവങ്ങളുടെ ചൂഷണം മനുഷ്യൻ പതിവാക്കി മാറ്റി. അന്ധമായ വനനശീകരണം വനത്തിലെ ജീവിവർഗത്തിന് ഉണ്ടാക്കുന്ന നാശവും അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മനുഷ്യരാശിക്ക് വരുത്തിയേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് അവൻ ബോധവാനായിരുന്നില്ല. ബോധവൽക്കരണം നടന്ന സ്ഥലങ്ങളിൽ തന്നെ വേണ്ടത്ര പരിഗണന അതിന് നൽകപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് കൺസേൺ ഫോർ അതേഴ്സ്, അന്യരോടുള്ള പരിഗണന അല്ല, വിശാലമായ അർത്ഥത്തിൽ സെൽഫ് കൺസേൺ, ആത്മപരിഗണന തന്നെയാണ് എന്ന സത്യം മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. മുഴുവൻ ജീവജാലത്തെയും ആസന്നമൃത്യുവിലേക്ക് നയിക്കുന്ന വനഹത്യ എത്രമാത്രം ആത്മനാശകരമാണെന്ന ബോധം ലോക ജനതയിലും പ്രത്യേകമായി ഭരണാധികാരികളിലും വ്യാപിപ്പിക്കുന്നതിനും ആ ചിന്ത ആത്മാംശമാക്കി പ്രവർത്തിക്കുന്നതിന് അവരെ പ്രതിജ്ഞാബദ്ധരാക്കുന്നതിനുമാണ് ദിനാചരണം ആരംഭിച്ചത്. ഈ വർഷത്തെ വന്യജീവി ദിനത്തിൻ്റെ ആശയം ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവനമാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം എന്നതാണ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഔഷധ സുഗന്ധ സസ്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ലോകമെങ്ങും രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനുമായി ആളുകൾ ഇത്തരം സസ്യങ്ങൾ ശേഖരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സിന്തറ്റിക് കെമിസ്ട്രിയിൽ പുരോഗതി ഉണ്ടായിട്ടും അനേകം മരുന്നു സംയുക്തങ്ങൾ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ നിർമ്മിക്കുന്നതിനാൽ ഈ സസ്യങ്ങൾ പല ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെയും അടിത്തറയായി മാറുകയും ആധുനിക ഔഷധ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായി തുടരുകയും ചെയ്യുന്നു. അതിനാൽ വന്യജീവി സംരക്ഷണത്തിന് എന്ന പേരിൽ നടത്തുന്ന വേൾഡ് വൈൽഡ് ലൈഫ് ഡേ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ഭൂമുഖത്തെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്.